ഒരു നോൺ റീസ്റ്റോറിങ് ഡിവിഷൻ അൽഗോരിതം എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ റീസ്റ്റോറിങ് ഡിവിഷൻ അൽഗോരിതം വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം പഠിക്കാം. നമുക്കൊരു ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് റീസ്റ്റോറിങ്ങും പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ നോൺ റീസ്റ്റോറിങ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ റീസ്റ്റോറിങ്ങിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ, നോൺ റീസ്റ്റോറിങ് അൽഗോരിതത്തിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പെർഫോം നമുക്ക് ഒരു 14/3 കൊടുക്കാം. 14/3 ഓപ്പറേഷൻ യൂസിങ് നോൺ റീസ്റ്റോറിങ് ടെക്നിക് അല്ലെങ്കിൽ നോൺ റീസ്റ്റോറിങ് അൽഗോരിതം. നോൺ റീസ്റ്റോറിങ് അൽഗോരിതം വെച്ചിട്ട് എങ്ങനെയാണ് 14/3 ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാനെങ്കിലും നമുക്ക് ഒന്ന് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഒറ്റ തവണ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡിവിഡൻഡ് ഉണ്ട് അല്ലേ, ഡിവിഡൻഡ് ഉണ്ട്. ഈ ഡിവിഡൻറ്റിന് ഞാൻ ക്യൂ എന്ന് പറയുന്ന ഒരു പേരുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണ് നമ്മൾ ഡിവിഡൻറ്റ്? 14 നമ്മൾ ഡിവിഡൻറ്റ്. അതേപോലെ നമുക്കൊരു ഡിവൈസർ ഉണ്ട്. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? ഡിവൈസർ ഉണ്ട്. ഡിവൈസറിനെ ഞാൻ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. m = 3 ആണ്. ശരിയല്ലേ? യെസ്. ഇനി എന്താണ് ഈ നോൺ റീസ്റ്റോറിങ് ഡിവിഷൻ? നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പേനയും പേപ്പറും വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പോലെയല്ല കമ്പ്യൂട്ടർ ഡിവൈഡ് ചെയ്യുക. കമ്പ്യൂട്ടറിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടാ. അതിന് സത്യം പറഞ്ഞ് ആഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ വരെ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, കൂട്ടാൻ വേണ്ടി മാത്രമേ അറിയുള്ളൂ. ഓക്കെ, കൂട്ടാൻ വെച്ചാൽ 2 കപ്പാസിറ്റർ ചാർജുകൾ ചാർജ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഒന്നൊന്നിലേക്ക് മേർജ് ചെയ്യും. അപ്പം അത് കൂടൽ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ലൈക്ക് നമ്മൾ അടുത്ത മൊഡ്യൂളുകളിലൊക്കെ നമ്മൾ ഡൈനാമിക് റാമിൻ്റെ ഒക്കെ വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ മെമ്മറി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് മെമ്മറി കാർഡിൽ നമുക്കൊരു പാട്ടെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് നമുക്ക് റീസ്റ്റോർ ചെയ്ത് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോൺ റീസ്റ്റോറിങ് ഡിവിഷനാണ്. അപ്പം നമ്മളുടെ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ബൈനറി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 14ൻ്റെ ബൈനറി ഞാൻ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എഴുതാണ് കേട്ടോ. അപ്പോൾ 14ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ള് 1 ആണല്ലോ, 4 ബിറ്റല്ലേ അല്ലേ. അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒന്നും കുറവ്. അപ്പോൾ 1110 ഇതാണ് നമ്മളുടെ 14. ഇനി 13നെ നമുക്ക് എങ്ങനെ എഴുതാം? 3നെ നമുക്ക് 4 ബിറ്റിൽ എഴുതാം, മറ്റേത് 4 ബിറ്റാണല്ലോ. അതുകൊണ്ട് 0001 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു ഈ ഓരോ നമ്പറിനെ എങ്ങനെയാണ് ബൈനറിയിൽ എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്ന ആൾ എത്ര ബിറ്റാണ് എന്ന് നോക്കണം. ആ എത്ര ബിറ്റ് ഞാൻ n എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ n = 4 ബിറ്റ്സ് ആണ്. ഓക്കെ, 4 ബിറ്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു പേജ് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ടേബിൾ വരയ്ക്കാം. ഈ ഒരു ടേബിളിൽ ഡിവൈഡിന് ഒരു സ്ഥലം, അക്യുമുലേറ്ററിന് വേണമെങ്കിൽ ഒരു സ്ഥലം കൊടുക്കാം, ഇനി ഡിവിഡൻഡ് റോൾ ചെയ്യാനൊരു സ്ഥലം കൊടുക്കാം, ഡിവൈസറിനൊരു സ്ഥലം കൊടുക്കാം. ഇത്ര മതി. യെസ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വെരി ഫസ്റ്റ് തിങ് ഇവിടെ ഓപ്പറേഷനാണ്, എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നതെന്നാണ്. വാട്ട് ഓപ്പറേഷൻ ഈസ് ആക്ച്വലി ക്യാരിങ് ഔട്ട്. ആൻഡ് ഈ ടാബിൽ ഞാൻ അക്യുമുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. യെസ്. ഇനി നമുക്ക് അടുത്ത് ഇവിടെ ഡിവിഡൻഡ് കൊടുക്കാം. ഡിവിഡൻഡ് മാറൂല, അതിന് നമ്മൾ ക്യൂ എന്ന് പറയുന്ന പേരുകൊണ്ടാണ് സൂചിപ്പിച്ചത് അല്ലേ. ഇനി അവിടെ നമ്മൾ ഡിവൈസർ ആക്ച്വലി എന്താണ്, m ആണോ n ആണോ?
ഡിവൈസർ എം ആണ്. എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് നടത്തും. ഇത് പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞായിരുന്നു കേട്ടോ. സോ ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് ഇനിഷ്യലൈസേഷൻ. അപ്പോൾ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്യുമുലേറ്റർ സെറ്റ് ചെയ്യുന്നത് എത്ര ബിറ്റാണോ നമ്മളുടെ എന്നിൻ്റെ വാല്യൂ എത്രയാണോ കിടക്കുന്നത് അതിനേക്കാളും ഒരു നമ്പർ കൂട്ടിയായിരിക്കണം. അപ്പോൾ ഇവിടെ n5 ആണ് അല്ലേ. അപ്പോൾ n5 ആയതുകൊണ്ട് സിൻസ് n4 ആണ്. സിൻസ് n=4 a n+1 ആണ്. സോ യുവർ a വിൽ ബിക്കം 5. അപ്പോൾ ഈ അക്യുമുലേറ്ററിൽ നമ്മൾ 5 ബിറ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് 14 ആണ്. 14 വന്നത് 1110 എന്നാണ് അതിൻ്റെ ബൈനറി. അപ്പോൾ അതിൽ എത്ര ബിറ്റ് ഉണ്ട്? 4 ബിറ്റ് ഉണ്ട്. ഇതൊരു ബിറ്റ്, 4 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ 4 ബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അക്യുമുലേറ്ററിൽ 5 ബിറ്റ് എഴുതണം. അപ്പോൾ ഇനിഷ്യലൈസേഷൻ ആയതുകൊണ്ട് എല്ലാം 0, 5 0 നേരത്തെ കിട്ടും. ഇനി നമുക്ക് നമ്മൾ ഡിവിഡൻഡ് എഴുതാം. നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 14 അല്ലേ. 14 ഇപ്പോൾ എങ്ങനെയാണ്? 1110 ആണ് നമ്മളെ ഡിവിഡൻഡ്, ശരിയല്ലേ? ഇനി നമ്മളെ ഡിവൈസറോ എം ആണ്. m = 00011. അടുത്ത കാര്യം, നമ്മളുടെ അക്യുമുലേറ്റർ എത്ര സൈസിലാണോ നമ്മൾ എഴുതിയത് അതേ സൈസിൽ തന്നെ നമ്മളെ ഡിവൈസറും നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഡിവൈസർ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ 4 ബിറ്റിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 ബിറ്റ് പോരാ, എത്ര ബിറ്റിൽ എഴുതണം? അക്യുമുലേറ്ററിൻ്റെ ബിറ്റ് നമ്പർ എത്രയാണോ, അതായത് ഇവിടെ നമ്മൾ 5 0 ഇട്ടല്ലോ, അതുകൊണ്ട് ഇതിനെ 5 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഒന്നുമില്ല, 11 ആണ് 3 എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ 14/3 ചെയ്യുന്നത്. 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ 2 ബിറ്റാണിത്. ഇതിനെ 5 ബിറ്റാക്കാൻ പറഞ്ഞാൽ പുറകിൽ 3 0 ഇട്ട് കൊടുക്കുക. ബാക്ക് സൈഡിൽ ലെഫ്റ്റിലേക്ക് എത്ര ഡാറ്റ ആഡ് ആയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ എം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് -m കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിൻ്റെ മൈനസ് കണ്ടുപിടിക്കുന്നത്? 2's കോംപ്ലിമെൻറ്റ് അല്ലേ. ഇപ്പോൾ 0 0 0 1 1 ആണ്. സോ 3 = എത്രയാണ്? 0 0 0 1 1 ആണ് 3. അപ്പോൾ ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് 1's കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം? 0 ഒക്കെ 1 ആക്കണം, 1 ഒക്കെ 0 ആക്കണം. സോ ഇതാണ് ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ്. 1's കോംപ്ലിമെൻറ്റ്. ഇനി ഇതിന് 2's കോംപ്ലിമെൻറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. സോ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 1 0 1 വന്നു, ശരിയല്ലേ? അതായത് ഈ ഒരു 0 ഒന്നും കൂടി ആഡ് ചെയ്ത് ഇവിടെ 1 എഴുതി, ബാക്കിയുള്ളതൊക്കെ നേരെ അടിയിലേക്ക് താഴേക്ക് അങ്ങനെ എഴുതി, അങ്ങനെ വന്നു. അപ്പോൾ അതാണ് നമ്മളുടെ 2's കോംപ്ലിമെൻറ്റ്. ഇതാണ് ഈ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? -3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 ആണ് നമ്മളുടെ കയ്യിലുള്ളതെങ്കിൽ 3 ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ നമ്മളതിൻ്റെ -3 കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ m നമുക്കറിയാം, -m നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിച്ച് എത്രയാണ്? 11101 അല്ലേ. അതിവിടെ എഴുതി വയ്ക്കാം. 11101 11101 തന്നെ അല്ലേ? യെസ്, 11101. ഇത് സമയമെടുത്ത് സ്വസ്ഥമായിട്ട് ചെയ്യണം കേട്ടോ. നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. സോ വി ആർ ഡൺ വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് പോകാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ആക്ച്വലി അതിന് പറയുന്ന പേര് ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ എന്നാണ്. ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ 0 ഇട്ട സ്ഥലമല്ലേ, അവിടെ നമ്മളൊരു ബ്ലാങ്ക് ബിറ്റ് ഇടുക, അതായത് ബ്ലാങ്ക് സ്പേസ്, ഒരു വര ഇടുക. അതിനുശേഷം ബാക്കി എല്ലാ ബിറ്റുകളും ഒരു ലൊക്കേഷൻ, ഒരു സ്പേസ് ലെഫ്റ്റിലേക്ക് തള്ളിപ്പോകുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇപ്പുറത്തേക്ക് പോകും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 പുറത്തേക്ക് പോകും. അതിനെ നമ്മൾ നോക്കണ്ട.
അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 1 1 1 ബാക്കി 4 0. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു? ബ്ലാങ്ക് ഇട്ടു. അവിടെ 1 0 ഒന്നുമില്ല, ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഫില്ല് ചെയ്യും. ഈ 0 നമ്മൾ ഇങ്ങോട്ട് എഴുതി, ഈ 0 നമ്മൾ ഇങ്ങോട്ട്, ഈ 1 ഇങ്ങോട്ട് എഴുതി, ഈ 1 ഇങ്ങോട്ട് എഴുതി, ഈ 1 ഇങ്ങോട്ട് എഴുതി, ഈ 0 ഇങ്ങോട്ട് എഴുതി, ഈ 0 ഇങ്ങോട്ട് എഴുതി, ഈ 0 ഇങ്ങോട്ട് എഴുതി, ഈ 0 ഇങ്ങോട്ട് എഴുതി, ലാസ്റ്റുള്ള 0 പുറത്തേക്ക് ഇട്ടു. അവന് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ അക്യുമുലേറ്ററിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്താണെന്ന് നോക്കണം. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇവിടെ എത്രയാണ്? അതൊരു 0ആണ്. അത് ഹൈലൈറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഇതിലേതെങ്കിലും ഒന്ന് വരും അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഞാനൊരു കണ്ടീഷൻ പറയാം. 0 ആണെങ്കിൽ if MSB of A is 0 after shifting നമ്മൾ ചെയ്യേണ്ടത് do the operation A minus M. A മൈനസ് എം എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യണം 0 ആണെങ്കിൽ. ഇനി 1 ആണെങ്കിലോ, ഇഫ് MSB ഓഫ് A ഈസ് ലോജിക്കൽ 1 എന്തായിരിക്കും? ആഫ്റ്റർ ഷിഫ്റ്റിംഗ് കേട്ടോ, ആഫ്റ്റർ ഷിഫ്റ്റിംഗ് ദെൻ ഡു ദ ഓപ്പറേഷൻ A പ്ലസ് എം. ഓക്കെ, എ പ്ലസ് എം ചെയ്യുക. 0 ആണെങ്കിൽ A മൈനസ് എം ചെയ്യുക, 1 ആണെങ്കിൽ A പ്ലസ് എം ചെയ്യുക. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? 0 ആണോ 1 ആണോ? നമ്മൾ ആ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ആക്ച്വലി എന്താണ്? നമ്മൾ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് 1 ആണ് അല്ലേ? യെസ്. അപ്പോൾ 1 ആയതുകൊണ്ട് താഴെ വായിച്ചു നോക്കുക. എന്താ നമ്മൾ 0 ആണ് അല്ലേ? 0 ആയതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് 0 ആണ്, ഇത് MSB എന്ന് പറയുന്നത്. അത് 0 ആണ്. അത് 0 ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലേതെടുക്കണം? ഇതിലേതെടുക്കേണ്ടത്? ഇത് എടുക്കണം, ശരിയല്ലേ? അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? 0 ആണെങ്കിൽ A മൈനസ് എം ചെയ്യണം. ഇതാണ് A എന്ന് പറയുന്ന വാല്യൂ, ഇതാണ് M എന്ന് പറയുന്ന വാല്യൂ. അപ്പം നമ്മൾ A മൈനസ് എം ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതാം, A മൈനസ് എം ചെയ്യുന്നതും A പ്ലസ് മൈനസ് എം ചെയ്യുന്നതും സെയിം അല്ലേ? സെയിം അല്ലേ? അപ്പം നമുക്കിവിടെ എമ്മും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്, അതേപോലെ മൈനസ് എമ്മും അവൈലബിൾ ആണ്. അപ്പം മൈനസ് എം നമ്മളെ കയ്യിലുണ്ട്. ആ നമ്പർ ഏതാ? ഇതാണ് മൈനസ് എം. ഓക്കെ, ആ മൈനസ് എമ്മിനെ എൻ്റെ കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് കുറയ്ക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് ബൈനറിയിൽ ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും അഡീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മൈനസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ കൂട്ടും. സെയിം ആണ്. അപ്പോൾ എ നമുക്കറിയാം, ഇതാണ് എ, ഇതാണ് മൈനസ് എം. അത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ, അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഇടാം. ഓക്കെ, സോ പ്ലസ് മൈനസ് എം ആഡ് ചെയ്യണം. അപ്പം 1 1 1 0 1 വന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ ഒന്ന് ചെയ്യാം. ഈ ഓപ്പറേഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1 1 0 വരും അല്ലേ? ക്യാരി 1 ആണ്. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. നമുക്ക് അടുത്ത നമ്പർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്പർ കിട്ടി. അപ്പം ഈ നെക്സ്റ്റ് നമ്പർ കിട്ടുന്നില്ലേ? ആ നെക്സ്റ്റ് നമ്പറിൽ, അടുത്ത നമ്പറിൽ MSB ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ MSB ഏതാണ്? ഈ 1 ആണ് അല്ലേ? 1 ആണല്ലോ. ഇത് കൺഫ്യൂഷൻ ആയോ? ഞാനിങ്ങനെ വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം. യെല്ലോ കളറിൽ മാർക്ക് ചെയ്യണേ. ഈ 1 ആണ്. അപ്പോൾ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തത് 1 ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ശേഷമുള്ള റിസൾട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആഡ് ചെയ്ത ശേഷം
നമുക്ക് MSB കിട്ടുന്ന റിസൾട്ട് 1 ആണെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് 0 വരും. ഇവിടെ 1 ആണ് വന്നതെങ്കിൽ ഈ സ്ഥലത്ത് 0 വരും. ഇവിടെ 0 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 1 വരും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ ഇടേണ്ടത്? നമ്മളിവിടെ 1 വന്നുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ 0 ഇടുന്നു. ഓക്കെ, സോ അതിന് നമ്മൾ താഴേക്ക് എഴുതാണ് 1 1 0 0. ഓക്കെ, നമ്മളൊരു ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്തു. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സബ്ട്രാക്ട് ഓപ്പറേഷൻ ചെയ്തു. സോ വി ആർ ആക്ച്വലി ഡൂയിങ് എ സബ്ട്രാക്ട് ഓപ്പറേഷൻ. സബ്ട്രാക്ട് M എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് കഴിഞ്ഞു കേട്ടോ. അതായത് ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. ഒരു ഷിഫ്റ്റ് ആൻഡ് ആഡ് ഓപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്, അത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഷിഫ്റ്റ് ആൻഡ് ഓപ്പറേഷൻ നമ്മൾ 4 തവണ ചെയ്യണം. ഇപ്പം എത്ര തവണ ചെയ്തു? 1 തവണ ചെയ്തു. ഇനി ഇതേപോലെ നമ്മൾ എത്ര ചെയ്യണം? 4 തവണ ചെയ്യണം. അപ്പോൾ നമുക്കും ചെയ്ത് നോക്കാം. കാരണം 2-3 തവണ ചെയ്താലേ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പേടിക്കാനൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി. ഓക്കെ, നോട്ട് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അടുത്ത് നമുക്ക് അഗൈൻ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യണം അല്ലേ? ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ ബ്ലാങ്ക് ഇടുക. ബ്ലാങ്ക് ഇട്ട ശേഷം ഈ 0 ഇങ്ങോട്ട് എഴുതി, അടുത്ത 0 ഇങ്ങോട്ട് എഴുതി, അടുത്ത 1 ഇവിടെ എഴുതി. അവിടുത്തെ 4 ബിറ്റായി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 1 എന്തായി? ആ 1 ഇങ്ങോട്ട് വരും, ശരിയല്ലേ? അപ്പോൾ ആ 1 ഞാൻ ഇങ്ങോട്ട് എഴുതി. ബാക്കി 0 1 1 1. 5 ബിറ്റായല്ലോ, 5 ബിറ്റായി അല്ലേ? യെസ്. അപ്പോൾ ഈ 1 എന്ത് ചെയ്യും? ഈ 1 പുറത്തേക്ക് പോകും. അതിൻ്റെ കാര്യം നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത പാറ്റേൺ കിട്ടി. അപ്പോൾ അടുത്ത പാറ്റേണിൽ വീണ്ടും നമ്മളെ പച്ച കളറിൽ നമ്മൾ മാർക്ക് ചെയ്ത ആൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? യെസ്, പച്ച കളറിൽ മാർക്ക് ചെയ്ത ആൾ ആരാണ്? 1 ആണ്. അപ്പോൾ 1 ആണെങ്കിൽ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്തത്? സബ്ട്രാക്ട് ഓപ്പറേഷനാണ് ചെയ്തത്. ഓക്കെ, ശരിയല്ലേ? ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമുക്കിവിടെ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഡു സബ്ട്രാക്ട് ഓപ്പറേഷൻ. ഇനി നമ്മുടെ 1 ആണ് കിട്ടുന്നതെങ്കിൽ ഇഫ് MSB of A is 1 then you have to do an addition operation. അപ്പോൾ ഇവിടെ എമ്മിനെയാണ് കൂട്ടേണ്ടത്. ഇതാണ് M, ഇതാണ് -M. നേരത്തെ നമ്മൾ ഇതാണ് കൂട്ടിയത്, ഇപ്പം ഇതാണ് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? ആഡ് ഓപ്പറേഷനാണ്. സോ ആഡ് M നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യേണ്ടത്? 0 0 0 1 1. ഏത് നമ്പർ? ഈ നമ്പർ. ഇതാണ് M. ആ എമ്മിനെ നേരെ ഇവിടെ കൊണ്ടിട്ടു. ഇതാണ് A എന്ന് പറയുന്ന നമ്പർ. സോ A + M നമ്മൾ ചെയ്യാണ്. A ആണിത്, ഇത് M ആണിത്. ഈ നമ്പർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. വീണ്ടും ബൈനറി അഡീഷൻ. എന്ത് കിട്ടി? 1ഉം 1ഉം നമ്മൾ ചെയ്തു. എത്ര ഉത്തരം കിട്ടി? 1ഉം 1ഉം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം 0 വരും അല്ലേ? പിന്നെ ഒരു ക്യാരി വരും 1. ആ 1ഉം ഈ 1ഉം 0. ഇവിടെയും 0 0 0. ഇവിടെ 1 വരും അല്ലേ? ലാസ്റ്റ് 1 വരും. ആ 1 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു കെയർ. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞ കളർ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള നേരമായി അല്ലേ? സോ വി ആർ ആക്ച്വലി ഹൈലൈറ്റിങ് ദ നെക്സ്റ്റ് തിങ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് 0 ആണ് അല്ലേ? യെസ്. അപ്പോൾ അവിടെ 0 ആണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ഓപ്പറേഷൻ എന്ത് നമ്പർ ഇപ്പുറത്തിടണം? ഇവിടെ 0 ആണ് കിട്ടിയെന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ 1 ഇടണം. ഓക്കെ, ഇവിടെ 1 കിട്ടിയതുകൊണ്ടാണ് നമ്മളിവിടെ 0 ഇട്ടത്. ഈ ബ്ലാങ്ക് 0 ഇട്ടത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. ആ ബ്ലാങ്ക് 1 ഇടണോ 0 ഇടണോ എന്നുള്ളത് ഇവിടെ നോക്കി തീരുമാനിക്കണം. ഇവിടെ 0 ആയതുകൊണ്ട് നമ്മളിവിടെ 1 ഇട്ടു. അപ്പോൾ നമുക്ക് താഴേക്ക് എടുത്ത് എഴുതിയാലോ? എന്താണ്? 1 0 0 1. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഓപ്പറേഷൻ അവിടെ മനോഹരമായിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്പറേഷൻ നമ്മൾ തീർത്തു. റൈറ്റ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാനുണ്ട് അല്ല, 2 എണ്ണം കൂടി ചെയ്യാനുണ്ട് അല്ലേ? ഇപ്പോൾ 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. സോ സെയിം നമുക്ക് ഇതേപോലെ ഓപ്പറേഷൻ അക്യുമുലേറ്റർ ഡിവിഡൻഡ് ഡിവൈസർ. യെസ്, സെയിം എഴുതാം. സോ ഓപ്പറേഷൻ അക്യുമുലേറ്റർ
അടുത്ത ഡിവിഡൻറ്റ് അല്ലേ, ഡിവൈസർ. ഓക്കെ, അപ്പം ഇവിടുത്തെ ഓപ്പറേഷൻ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? 0 0 0, 5 0 വന്നു, പിന്നെ 1 0 0 1 വന്നു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ഓപ്പറേഷൻ. അടുത്ത ഷിഫ്റ്റ് ഓപ്പറേഷൻ നമ്മൾ റെഡി ആവാണ്. സോ വീണ്ടും ഷിഫ്റ്റ് ലെഫ്റ്റ് നമ്മൾ ചെയ്യണം. ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ബ്ലാങ്ക് ഇട്ടു അല്ലേ, ബാക്കിയുള്ള നമ്പർ, ഈ ഒരു നമ്പർ, ഇത്രയും നമ്പർ നമ്മളിവിടെ എഴുതി. അപ്പം 0 0 1 വന്നു. സോ വി ആർ റൈറ്റിംഗ് 0 0 1 ഹിയർ. ഇനി 0 0 1 ആണ് എഴുതിയത്, ഈ 1 ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ആ 1നെ ഞാനിവിടെ എന്ത് എഴുതി? ഇവിടെ എഴുതി. പിന്നെ ഇവിടെ എല്ലാം ബാക്കി 0 ആയതുകൊണ്ട് അവരൊക്കെ ഇങ്ങോട്ട് ഒരു ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു പോകും. അതായത് ഈ 0 പുറത്തേക്ക് പോകും, ബാക്കി ഈ 4 0 അവിടെ തന്നെ ഉണ്ട്. ആ 4 0നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വീണ്ടും 1 2 3 4 0 എഴുതി. അപ്പോൾ നമുക്ക് പുതിയ നമ്പർ കിട്ടി. ഓക്കെ, അപ്പോൾ പുതിയ നമ്പർ കിട്ടി. പുതിയ നമ്പർ കിട്ടിയാൽ നമുക്ക് ആദ്യത്തെ ആളെ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. സോ ഇയാൾ ആണ് ആൾ. അപ്പോൾ ഇയാൾ ആരാണ്? 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 0 ആണെങ്കിൽ നമുക്ക് a - m ചെയ്യണം. അതായത് -m ആഡ് ചെയ്യണം. ഇവിടെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ -m എന്ന് പറയുന്നത് 11101 ആണ്. -m എന്ന് പറയുന്നത് 11101 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. 1 1 0, ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെയും 1 വന്നു. ഓക്കെ, ഇനി നമ്മൾ യെല്ലോ കളറിൽ ഇതിൻ്റെ MSB മാർക്ക് ചെയ്യാണ്. അത് 1 വന്നത് കൊണ്ട് 0 0 1 0 ഇട്ടു. ഓക്കെ, 0 0 1 0. യെസ്. അപ്പോൾ നമുക്കിനി ഒരു സെറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സെറ്റ് ഓപ്പറേഷൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കാം. സോ ഓഫ് കോഴ്സ് ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഇവിടെ നമ്മൾ ആഡ് ഓപ്പറേഷനാണ് ചെയ്തത് അല്ലേ. ആഡല്ല, എല്ലാത്തിലും സബ് എന്ന് എഴുതുന്നത് നല്ലത്. ഓക്കെ, ശരി. നമ്മൾ ചെയ്തത് ആഡ് -m. ഇവിടെയൊക്കെ ആഡ് m ആണ് ചെയ്തത്. ഇവിടെ സബ് m എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആഡ് -m എന്ന് പറഞ്ഞാൽ ഇവിടെ സബ് m എന്ന് എഴുതിയാലും ഓക്കെ, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ഇവിടെ സബ് m എന്ന് എഴുതി, സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം. ലാസ്റ്റ് ഓപ്പറേഷനാണ്. അപ്പം 3 നമ്മൾ ചെയ്തു. ഇനി ഒന്നുകൂടി ഉണ്ട്. വീണ്ടും ഷിഫ്റ്റ് ലെഫ്റ്റ്. വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ ബ്ലാങ്ക് ഇട്ടു. ബാക്കിയുള്ള ഈ 3 നമ്പറുകൾ അങ്ങനെ എഴുതി. ഇതാണ് 0 1 0. പിന്നെ ഈ ഒരു 0 ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. ആ 0നെ ഇവിടെ എഴുതി. പിന്നെ ഇവിടെയുള്ള ഇത്രയും ആൾക്കാർ നമ്മൾ എഴുതണം അല്ലേ. 11110. സോ 11110. ഇതാണ് നമ്മളെ പുതിയ ഒരു സെറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ഓപ്പറേഷൻ. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ഗ്രീൻ കളറിൽ എന്താ കിട്ടിയത് നോക്കാം. ഗ്രീൻ കളറിൽ കിട്ടിയത് 1 ആണ് അല്ലേ. അപ്പോൾ 1 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് a + m ചെയ്യണം അല്ലേ. അപ്പോൾ അതെന്ത് ഓപ്പറേഷനാണ്? ആഡ് ഓപ്പറേഷനാണ്. സോ വി ക്യാൻ റൈറ്റ് ആഡ് m. m എത്രയാണ്? ഇതാണ് m. എത്രയാണ്? 00011. സോ 00011 നമ്മൾ ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ആഡ് ചെയ്തോളാം. 1 1 1 1 1 ആയി, ഫുൾ 1 കിട്ടി. ശരിയല്ലേ റിസൾട്ടിൽ? അപ്പോൾ ആ ഒരു ഫുൾ 1ൽ യെല്ലോ കളർ മാർക്കിങ്ങിന് നേരായി 1. അപ്പോൾ ഇവിടെ 1 വന്നുകൊണ്ട് ഇവിടെ 0 ഇടണം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 1 0, ഇവിടെ 0 വരും, 1 0 0 വരും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. 4 തവണ നമ്മൾ എന്ത് ചെയ്തു? ഫുൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു സ്റ്റേജും കൂടിയുണ്ട്. ആ സ്റ്റേജ് എന്താണെന്നറിയോ? അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 1, എല്ലാം 1ഉം പിന്നെ 0 1 0 0 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു റീസ്റ്റോറിങ് ഓപ്പറേഷൻ നമ്മളിവിടെ ചെയ്യണം. സോ പെർഫോം എ റീസ്റ്റോറിങ് ഓപ്പറേഷൻ. ഈ റീസ്റ്റോറിങ് ഓപ്പറേഷൻ നമ്മളിവിടെ നടത്താനുള്ള കാരണം സാധാരണഗതിയിൽ നമ്മളുടെ ആൻസർ നമുക്കിവിടെ സ്ട്രെയിറ്റ് അവേ കിട്ടും.
നമുക്കിവിടെ ഉത്തരം കിട്ടും. നമുക്ക് ഇനി ഫർദർ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിവിടെ ഒരു റീസ്റ്റോറിങ് ഓപ്പറേഷൻ നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1 വന്നുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ 1 വന്നുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0 കിട്ടിയെങ്കിൽ നിങ്ങളുടെ കണക്ക് ഇതോടുകൂടി കഴിഞ്ഞു, എൻഡ്, പിന്നെ അങ്ങോട്ടില്ല, കണക്ക് കഴിഞ്ഞു. പക്ഷെ ഇവിടെ 1 വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റീസ്റ്റോറിങ് ഓപ്പറേഷൻ ചെയ്യണം. ആ റീസ്റ്റോറിങ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? എനെ കൊണ്ട് ഒരു +m നമ്മൾ വീണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ റീസ്റ്റോർ ചെയ്യാൻ പറ്റും അക്യുമുലേറ്ററിൻ്റെ വാല്യൂവിനോട് കൂടി. അപ്പോൾ ഈ +m എന്ന് പറയുന്നത് ഈ നമ്പറാണ് 00011 അല്ലേ? അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. സോ നമ്മൾ റിയൽ നമ്പർ എത്രയാണ്? എത്രയായിരുന്നു? 00011 അല്ലേ? 00011 ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയാണെന്ന് നോക്കുക. 1 1 0 1 1 0 + 1 1 ശരിയല്ലേ? ബാക്കിയുള്ളതൊക്കെ എന്തായിപ്പോയി? ഈ ഓപ്പറേഷനാണ് പറയുന്നത് കേട്ടോ. യെസ്, ദിസ് ഓപ്പറേഷൻ 1 1 0 1 1 1 0 വന്നു. അല്ലെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനെ തിരിച്ച് ഡയറക്റ്റ്ലി നമുക്ക് റീസ്റ്റോർ ചെയ്യാം. നിങ്ങളെ കോളേജിൽ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല. 0011 വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ബിറ്റ് റീസ്റ്റോർ ചെയ്യാണ്. ഇതെന്നാൽ നമുക്കിവിടെ ഫുള്ള് 0 കിട്ടും. 00010 വരും. സോ ദാറ്റ് ഈസ് നമ്മളിതിനെ ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ വീണ്ടും ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ നമ്മൾ വീണ്ടും ബ്ലാങ്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്പറിനകത്ത് തന്നെ നമുക്ക് താഴേക്ക് ഈ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എഴുതാം. സോ ഇവിടെ 0 1 0 0 എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 നമ്പറുകൾ ഇവിടെ കിട്ടി അല്ലേ? ഈ 2 നമ്പറുകൾ ഇവിടെ കിട്ടി. ഈ നമ്പറുകൾ ആക്ച്വലി എന്താണ്? ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അല്ലേ? ബൈനറി 4. ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി എത്രയാണ്? 0 0 0 2 അല്ലേ? 2. അപ്പോൾ 2 4 നമുക്ക് കിട്ടി. അതായത് 4 2 കിട്ടി. അപ്പോൾ 4 2 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്ത് വരും? നമ്മളെ കണക്ക് എന്തായിരുന്നു? ചോദ്യം ഞാൻ തന്നെ മറന്നുപോയി. എത്രയാ? 14/3. അപ്പോൾ 14/3 തെറ്റിയോ നമ്മൾ ചെയ്തത്? 14/3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 14/3 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും 3 12 അല്ലേ? 12 ശിഷ്ടം ബാക്കി 2 വരും. അപ്പോൾ ഈ 2 ആണ് ആക്ച്വലി, ഈ 2 ആണ് ഈ 2, ഈ 4 ആണ് ഈ 4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഒരു നമ്പറിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളുടെ എന്ത് ഓപ്പറേഷൻ, നമ്മളെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോൺ റീസ്റ്റോറിങ് ടൈപ്പാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ റീസ്റ്റോറിങ് ടൈപ്പും ഇതിൻ്റെ തന്നെ അഡീഷനും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നോൺ റീസ്റ്റോറിങ്ങിൽ നമ്മൾ ബേസിക്കലി ഇതാണ് ചെയ്യുന്നത്. ഇത്രയും ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നൊന്ന് പഠിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഏത് ചോദ്യം കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. യെസ്, അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.